ടെൻഷൻ ഉണ്ട് എനിക്ക് ടെൻഷൻ ഉണ്ട്. അമ്മയെ കണ്ടത് സങ്കടം. എന്താ പറയാ, കണ്ടിക്കാണ്ടി പറ്റുന്നത് സീനല്ല. ഹലോ ഗായ്സ്, ആഫ്റ്റർ എ ലോങ് ടൈം വി ആർ സ്റ്റാർട്ടിങ് വ്ളോഗ്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. അത് വെളുക്കം ഞങ്ങൾക്ക് മറന്നു വെച്ചു. ഓർമ്മയുണ്ട് നിനക്ക്? വെൽക്കം ടു our new vlog. This is me, Jomia and നിർമ്മൽ. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം ഒന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ I'm going to hospital for admission with the baby. കാത്തിരുന്ന ആ ഡേ എത്തി ഗൈസ്. ഡെലിവറി ഡേറ്റ് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഡെലിവറി അഡ്മിഷനാണ് നമുക്ക് ഇന്ന് പറഞ്ഞേക്കുന്നത്. സോ ടുമാറോ ഈസ് November 24. ലോകത്തെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും ഞങ്ങൾ ബർത്ത്ഡേ 24 ആണെന്ന്. ഞങ്ങൾ അത്യാവശ്യം എല്ലാ വ്ളോഗ്സിൽ പറയാറുണ്ട്. സോ അറിയില്ല 24th തന്നെ ഈ ബേബിയും വരുമെന്നൊന്നും അറിയാൻ പാടില്ല. ഡോക്ടർ എന്തായാലും ഇന്ന് അഡ്മിഷൻ പറഞ്ഞിട്ടുണ്ട്. മേ ബി നാളെ ടുമാറോ ഡെലിവറി ആകാം, അല്ലെങ്കിൽ ഡേ ആഫ്റ്റർ ടുമാറോ. സോ ഇന്ന് അഡ്മിഷന് പോവാണ്. അഡ്മിഷന് പോകണമെന്ന് നിങ്ങൾ വിചാരിക്കും ഞാനിത് എൻ്റെ ബേബിക്ക് വേണ്ടി സെറ്റ് ചെയ്യണേ. ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ വ്ളോഗ്സിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇൻസ്റ്റാഗ്രാം കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റിയിരിക്കും. നമ്മളിപ്പോൾ മാബൈ ജോമിയ എന്ന് പറഞ്ഞ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ പാക്കേജ് ആയിട്ടും ബേബിയുടെ എസെൻഷ്യൽസ്, മെറ്റേണിറ്റി വെയർ, അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മളിപ്പോൾ ഓൺലൈൻ ത്രൂ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതറിയാത്തവരാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റ ചെക്ക് ചെയ്യുക. ഡെലിവറി എടുത്തിരിക്കുന്നവരാണെങ്കിൽ ഓർഡർ ചെയ്യുക. ബിഫോർ ഡെലിവറി ആൻഡ് ലാസ്റ്റ് പാക്കിംഗ് ആയിരുന്നു ഇത്. ഞാൻ ചേട്ടൻ പറഞ്ഞു ഇത് എനിക്ക് തന്നെ ഇന്ന് പാക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കുക. ഡെലിവറി വ്ളോഗ് ചെന്നിട്ടുണ്ടെങ്കിൽ അതൊരു മെമ്മറബിളും കൂടെയാണ്. കാരണം സേറഡേനൊക്കെ ഉണ്ടായപ്പോൾ ഇപ്പോഴും കാണുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ആയിരുന്നില്ല, അത് നമുക്ക് എന്തായാലും ഭയങ്കര മെമ്മറൈസ് ചെയ്യും. വ്ളോഗ് ചെയ്യുന്ന ആളുകൾക്ക് എന്തായാലും മനസ്സിലാവും. വ്ളോഗ് ചെയ്യുന്നവരല്ല, മെമ്മറീസ് സൂക്ഷിക്കുന്ന എല്ലാ ആളുകൾക്കും അതൊരു, കാരണം ഇനിയുള്ള കുറച്ച് ഡേയ്സ് ഭയങ്കര മൊമെൻ്റ് ആണ്. കാരണം ഉള്ളിലുള്ള ഒരാൾ പുറത്ത് വരാൻ പോണ ഒരു മൊമെൻ്റ് ആണല്ലോ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ ഡെലിവറി വ്ളോഗ് എടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ടുഡേ ഗോയിങ് ടു അഡ്മിഷൻ. ഹോസ്പിറ്റലിൽ പോകുന്ന വഴി കാണാം ഗൈസ്. വീട്ടിൽ നിന്ന് ഇറങ്ങാനാണ്. മണി ഇപ്പം 3 മണിയായി. പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാനാണ്. ഇനി നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിഷൻ എടുക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് സയുവും ഞാനും ജോമിയാണ്. സേറ അമ്മീഷൊപ്പം നിൽക്കുന്നതാണ്. ടെൻഷൻ ഉണ്ട് എനിക്ക് ടെൻഷൻ ഉണ്ട്. എനിക്ക് അറിയാലോ എപ്പോ തുടങ്ങും വേദന, എപ്പോ തീരുന്നൊക്കെ. ചെറിയ ടെൻഷനുള്ളൂ, പൊടിക്കുള്ളൂ. പക്ഷെ ഈ ആദ്യത്തെ 2 ഡെലിവറിയിലുണ്ടായ ഒരു സാധനം ഉണ്ടല്ലോ, അതില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ മനസ്സിലാവും അതിന്റെ ടെൻഷൻ നിങ്ങൾക്ക് കാണാം. ഗൈസ്, അപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുത്തു. നമ്മുടെ വണ്ടിയും ബാഗൊക്കെ പോകണം ഗൈസ്. എന്താണ് അതങ്ങ് തീർന്നു. ജോണി ടെൻഷനാണ്. ജോണി ബോയിനെയാണ് ഇഷ്ടം. അപ്പൊ ഇവിടെ എല്ലാം ഗേൾ ബേബി ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറച്ചിലൊക്കെ ഉണ്ട്. ഇവിടെ ബോയാണ് ഗൈസ്. സയു ആണ് ആസല്ല ഹോസ്പിറ്റലിലെ റൂമിലെ ടൂർ. എന്താണ് ഹോസ്പിറ്റൽ റൂം ടൂർ? സൈ പറ, അതെന്താ സലു? ഏത് ബേബിനാ? മറ്റേ ബേബിനെ. അപ്പോൾ നമ്മൾ അഡ്മിഷൻ
എടുത്തു, റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്താടാ ഇത് നമ്മുടെ തുടക്കാണ്. എന്ത് വെക്കാനാണ് അവിടെ? തുണി വെക്കാണ്. ആ ഓക്കെ. ഇനി അടുത്തത് ഇനി എന്താ കാണിക്കാൻ പോകുന്നത്? ബാത്റൂം. ബാത്റൂം ഏതാണ്? ഇതെന്ത് സാധനമാണ്? ബാത്റൂം. ഓക്കെ. നമ്മ ഇനി വേറെന്താ കാണിക്കാൻ പോണ? റൂം. ഇത് റൂം. ഗൈസ് അപ്പൊ നമ്മളിവിടെ വന്നു. ജോണ്ട നേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ നേഴ്സ് വന്ന് ജോണ്ട BP ഒക്കെ ചെക്ക് ചെയ്ത് ദേവന് റേച്ചി BP ഒക്കെ നോർമലായി. ഞാൻ ഓർത്ത് BP ഒക്കെ ആളിവിടെ വന്നതിനപ്പോഴത്തേക്കും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്തോ ഒരു അസ്വസ്ഥത. അപ്പൊ ഞാൻ BP ഒക്കെ കൂടുതലായിരിക്കും. പക്ഷെ BP ഒക്കെ നോർമലാണ്. സൈ ഇവിടെ ആഘോഷിക്കണാണ്. സൈ അമ്മനെ നോക്കിയിട്ട് ഞാൻ വെള്ളം എടുക്കാണ്ട് പോയപ്പോഴത്തേക്കും ഞാൻ അമ്മന് വന്നോന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ എന്നൊക്കെ പറഞ്ഞ് സൈ ഭയങ്കരമായിട്ട് കെയർ ചെയ്യാനുണ്ടായിരുന്നു. ഓക്കെ. സയ്യു എന്താണ് കുഞ്ഞുമാവായിരിക്കാൻ നേരത്തും വലിയൊരു ചേട്ടൻ്റെ ബിഹേവിങ് ആയിരുന്നു അല്ലേ, അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ആയിരുന്നു. സേറമോളെ ഇതുപോലെ ഡെലിവറിക്ക് വരുമ്പോഴും. ഇപ്പൊ എന്റെ ഡെലിവറിക്ക് കൂട്ടു വന്നേക്കണത് സയ്യുവാണ്. ഉണ്ട് എല്ലാ ഡെലിവറിക്കും ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ അനിയത്തിമാരുടെയും അനിയന്മാരുടെയും. അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്ന് ഇവിടെ സുഖമായിട്ടിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ എന്നെ ലേബർ റൂമിൽ കൊണ്ടുപോകുള്ളൂ. പക്ഷെ അവൻ്റെ അടുത്തെന്ന് പറഞ്ഞ് ഇപ്പം കുറച്ച് കഴിയുമ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലേബർ റൂമിലേക്ക് പോകാം, നാളെ ബേബിയായിട്ട് തിരിച്ചു ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത്. എനിക്കത് കേട്ടപ്പോൾ തൊട്ട് ചെറിയൊരു ടെൻഷനുണ്ട്. ബ്ലഡൊക്കെ വന്ന് എടുത്തിട്ട് പോയി. അങ്ങനെ ഞാൻ വിചാരിച്ചതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം നാളെ തന്നെ പ്രസവിക്കുന്നു തോന്നുന്നു ഗൈസ്. ടെൻഷനുണ്ട് എനിക്ക്. അതാണ് തോന്നുന്നത് നെഞ്ചേനയൊക്കെ എടുക്കുന്നത്. ടെൻഷൻ വയറടക്കാണ് പെൺകൊച്ചിൻ്റെ പറയുന്നത്. ഇതിന്റെ ടക്ക് അതാണ് ചിന്ത. അപ്പൊ ഇപ്പൊ ഒരു 88 ആകുമ്പോഴത്തേക്കും ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞു. അത് കഴിയുമ്പോഴത്തേക്കും നാളെ ജോടെ വീട്ടിൽ നിന്നും സേറമോളൊക്കെ ഇവിടെ ഉണ്ടാവും. നാളെ ഇവിടെ എല്ലാവരും ഉണ്ടാവും. സേറമോളെ മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്. അവളെ പൊത്തിപ്പിടിച്ചാണ് ഉറങ്ങിക്കോടെന്ന് വെച്ചാൽ അത്രയും. അവളെ ഞാൻ കണ്ടില്ല, കാണാട്ടാണ് വന്നത്. അവൾ ഉറങ്ങണിരുന്നത്. അപ്പൊ അവളോടൊരു ബായ് പറയാത്തോണ്ടൊരു സങ്കടം. വീഡിയോ കോൾ ചെയ്ത മനസ്സീനാകും. അതാണ് എനിക്ക് അവളെയും ബേബീനെയും നാളെ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അവനെ മാത്രമേ ഇപ്പൊ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ 8 o'clock ആയി. ജോ ഭക്ഷണം കഴിക്കണല്ല. ആസ് യൂഷ്വൽ ജോ സൈക്കോട്ടിന് വാരി കൊടുക്കണാണ്. ഈ കുടുത്തം കേട്ടവന് ഞാൻ വാരി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവന് സങ്കടം. അമ്മ തന്നെ വാരി കൊടുക്കണം. പിന്നെ അമ്മക്ക് ഭയങ്കര സങ്കടം. അവന് അമ്മ തന്നെ വാരി കൊടുക്കണമെന്നാണ്. എന്താ സൈ അമ്മയെ കണ്ടത് സങ്കടം. എന്തോ ഒരു ഇമോഷണലി സാധനം അമ്മന്റെ ചുമക്കാൻ പോണേനു. അപ്പൊ അമ്മക്ക് സങ്കടം. അപ്പഴാണ് അമ്മ കുളിച്ചിട്ട് അമ്മക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ പോവും. അപ്പൊ എനിക്ക് ഹാപ്പി ആവും. നാളെ ബേബിയായിട്ട് വരുമല്ലേ അമ്മ? ബേബിയായിട്ട് വരുമ്പോ സന്തോഷമല്ലേ? അമ്മ ഇപ്പൊ പോണം, എന്നാലേ ബേബിയായിട്ട് വരാൻ പറ്റുള്ളൂ. ബേബിന് അമ്മക്ക് ചോര വരുമോ? ഇച്ചിരിയൊക്കെ വരുള്ളൂ. ഇച്ചിരി നമുക്ക് അമ്മ പോയിട്ട് കറങ്ങാൻ പോയാലോ? ഇഷ്ടമാണോ? അമ്മ പോട്ടിട്ട് അമ്മ ഇവിടെ ഇട്ടിട്ട് അപ്പം കടന്നൊക്കെ പോട്ടെ. അമ്മ ഇങ്ങോട്ട് വാ, എന്റെ ശല്യോണു. എനിക്കിവിടെ വരാൻ പറ്റില്ല. അവന് ആ ഫ്രസ്ട്രേഷനാണ്. ബേബിന് വേണം നിനക്ക്? നീയല്ലേ പറഞ്ഞ ബേബിനെ പുറത്തെടുക്ക്, ബേബിനെ എടുത്തിട്ട് എനിക്ക് പോ. സൂപ്പർ ഗൈസ്. അപ്പൊ ജോ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതാണ് ജോഡ. ഓക്കെ. ഇനിയിപ്പോ വേറെ ഒന്നുമല്ല, ലേബർ റൂമിലേക്ക് പോകണ വീട്ടിച്ചറൊക്കെ പുറത്ത് റെഡി ആയിട്ടിരിക്കണ. ഓക്കെ അല്ലേ? ടെൻഷൻ ആവണ്ട കേട്ടാ. ഓക്കെ. എന്താ
മാലമേനെ മസായി ആക്കിട്ട് വരാം. എന്നാ എവിടെ പോണേണ് പറയില്ല വരുന്നുണ്ട്. ഫസ്റ്റ് ഡെലിവറി സെക്കൻഡ് ഡെലിവറിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഡെലിവറിയും സെക്കൻഡ് ഡെലിവറിക്ക് എനിക്കൊരു ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഞാൻ ഇല്ലാനു ജോടൊപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡെലിവറിക്ക് എനിക്ക് കോവിഡ് ആയിരുന്നു, സെക്കൻഡ് ഡെലിവറിക്ക് മമ്മി ആയിരുന്നു കൂടുതൽ നിന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം ജോ അപ്പോൾ എപ്പോഴും പറയുന്നു ഫസ്റ്റ് ഡെലിവറിക്കും പറയുന്നു സെക്കൻഡ് ഡെലിവറിക്കും പറയുമായിരുന്നു ഇച്ചാൻ തന്നെ കൂടെ വേണം നിൽക്കണമെന്ന്. പക്ഷേ നിൽക്കാൻ പറ്റാറില്ല. പക്ഷേ ഈ ഡെലിവറിക്ക് ജോടൊപ്പം നിൽക്കാൻ പറ്റി. അതിൽ സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, എന്തോ ഭയങ്കര ഫീൽ. ഗൈസ് അപ്പോൾ മണി ഇപ്പോൾ 10:30 നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, അവൾ ലേബർ റൂമിൽ പോയ സെക്കൻഡ് പ്രഗ്നൻസിയിലും ഇത് തന്നെയായിരുന്നു. ജോ പ്രസവിക്കാൻ പറഞ്ഞിട്ട് കാവടി തുള്ളി പോയിട്ട് അന്ന് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. PVG ചെയ്തപ്പോൾ നമുക്ക് 1 centimeter ഡയലേഷൻ വന്നിട്ടുള്ളൂ. പിന്നെ CTG നോർമലാണ്. അപ്പം അവിടെ കിടക്കേണ്ട ആവശ്യം എന്തായാലും ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഷിഫ്റ്റ് റൂം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മേഖലയുള്ളിൽ കിടന്നിട്ട് ടെൻഷൻ ഉണ്ട്. അപ്പം ഞാൻ എനിക്ക് രാത്രി എനിക്ക് ലേബർ റൂമിൽ കിടക്കണ അത്രയും ടെൻഷൻ വരില്ല. അപ്പം ഞാൻ കൊച്ചിനോട് പ്രാർത്ഥിക്കണമായിരുന്നു എനിക്ക് വേറെ ഒരു പോകണമെന്ന്. അപ്പോൾ കൊച്ച പ്രാർത്ഥന കേട്ട് എന്നെ റൂമിലെത്തിച്ചാൽ എനിക്ക് നേരം എന്നാന്ന് നോക്കിയപ്പോൾ ഞാൻ അങ്ങനെ അറിയാൻ ഞങ്ങളിങ്ങോട്ട്. സോ ഇനി ഇവിടെ കിടന്ന് പറയാം ഗൈസ്. ഇന്നിപ്പോൾ കുറച്ച് റിലാക്സ്ഡ് ആയി. നാളിന് എപ്പോഴാണെന്നൊന്നും പറഞ്ഞിട്ടില്ല പോവേണ്ടത്. അപ്പോൾ സോ എക്സൈറ്റ്മെൻറ്റ് ഈസ് സ്റ്റിൽ വെയിറ്റിംഗ്. 12 മണിയായി. സായിക്കുട്ടനെ ഉറങ്ങിയിട്ടില്ല. സായി പറയും. സായിക്കുട്ടനെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ലേബർ റൂമിൽ നിന്ന് വന്നിട്ട് ജോന ഷിഫ്റ്റ് ചെയ്യണമെന്ന്. ഇനി എന്തായാലും റൂമിലേക്ക് വരത്തില്ല. ഇനി നാളെ ബേബി ആയിട്ടേ വരത്തുള്ളൂ. മോർണിംഗ് ആയിരിക്കും. പക്ഷേ ഇവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3ാമത്തെ പ്രഗ്നൻസി ആയതുകൊണ്ട് മേ ബി നേരത്തെ ഉണ്ടാവുന്നു. എല്ലാവരും ഒരുമിച്ചെത്തി. താത്തി വെക്കൂ. ഡീപ് ബ്രീത്ത് എടുത്ത് എന്താ പറയാ, കണ്ടി പറ്റുന്നത് സീനല്ല അത്. ഓക്കെയാണ് അവള്. എന്നാലും പുറത്തേക്ക് വരും. അവള് പറഞ്ഞു ഇതല്ല പെയിൻ എന്ന് പറഞ്ഞു. അത് ഇതിനപ്പുറത്തേക്ക് എൻ്റെ പെയിൻ. അപ്പം എന്താ പറയുക, വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പുറത്തേക്ക് ബേബി വരും. ഓക്കെയാണെല്ലാം. സിറ്റുവേഷൻ ഉണ്ടായ പോലെ തന്നെ നടക്കണം. ഞാനതൊക്കെ വിളിച്ചു. എങ്ങനെയുണ്ട്? രണ്ട് വർത്തമാനം എന്താ പറയാ, സേറേണ്ട അതേ എക്സ്പീരിയൻസ്. ഞാൻ പോകുന്നു, ഇഞ്ചക്ഷൻ എടുക്കുന്നു, വരുന്നു പോയതാണ്. എത്ര വട്ടം ബേബി ചെയ്ത്? ഇന്നലെ തൊട്ട് കൂട്ടണോ? ഇന്നലെ തൊട്ട്
ഇന്നലത്തെ ഡോട്ടിനാണെങ്കിൽ 7 7 ബിബിയാ. പക്ഷെ നിന്റെ ഈ ചെക്കപ്പിനൊന്നും ഇത്ര ബിബി ചെയ്തിട്ടില്ല. അതായത് ഈ ഡെലിവറി പ്രഗ്നൻസി എക്സ്പീരിയൻസിൽ PV ഇല്ലാത്തൊരു പ്രഗ്നൻസി ആയിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പൊ ഒരു ദിവസം കൊണ്ടില്ലാണ്ടായി. ഇനി എത്ര എണ്ണം കിടക്കുന്നു? ഇവിടെ വന്നേക്കുന്ന സെറ എന്നാണോ നിനക്ക്? അയ്യേ പേരൊക്കെ ചേരണില്ല. ഉണ്ടാവുമ്പോ അറിയാറ ബേബി ആടെടി ആടെ ബേബി ആടെയാണ്. ബേബിനെ അപ്പൊ കയറോ? നോക്കി പേടി ഇടിച്ച് പൊളിച്ചറിയുന്നേ. ഈവനിങ് ആയി. അപ്പൊ ഓൾമോസ്റ്റ് 4:30. ബേബി കൊടുത്തു വന്നിട്ടില്ല. 24 എന്നുള്ള ഡേറ്റ് ചേഞ്ച് ആവണേയാണ്. ജോ ഇപ്പോഴും വിശ്വസിക്കുന്നത് 24th തന്നെ ഡെലിവറി ഉണ്ടാവുമെന്നാണ്. പിന്നെ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് നടന്ന് സിറ്റി ഹോസ്പിറ്റൽ ഇതുപോലെ തന്നെ ആയിരുന്നു നടത്തും. ഞാൻ അന്നേരം ജോനെ കുറച്ച് സ്കോട്ടും എല്ലാം ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ അതേപോലെ അല്ല, ഇപ്രാവശ്യം ജോന് കുറച്ചും കൂടി കോൺട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ ഈവനിങ് ഡിന്നർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ജോന ലേബർ റൂമിലേക്ക് കൊണ്ടുപോകും. ഇനി ബേബിയായിട്ടായിരിക്കും തിരിച്ചു വരുന്നത് അല്ലേ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എനിക്ക് നിനക്ക് തോന്നണം എന്ത് എന്നെ കണ്ടിട്ടും ഓക്കെ ആയിട്ടോ തോന്നണേ അല്ലേ? ഞാൻ ആദ്യത്തെ 2 ഡെലിവറിയും കണ്ട് സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയാണ്. സേറയുടെ കഴിഞ്ഞപ്പോഴത്തേക്കും ജോ ചെറിയൊരു കോൺട്രാക്ഷൻ വരുമ്പോ തന്നെ ഒച്ചപ്പാടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ശരിക്കുള്ള ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോ ഫുൾ എനർജി ലോസ്റ്റ് ആയിരുന്നു. എനിക്ക് ഇടയ്ക്ക് പെയിൻ വരുന്നുണ്ട്. പക്ഷെ എനിക്കത് എന്താ പറയാ ബെയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലേ. പിന്നെ എൻ്റെ അടുത്ത് എപ്പിഡ്യൂറൽ എടുക്കണമെന്നൊക്കെ ചോദിച്ചു കേസ്. അതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് എങ്ങനെയും വേദന പ്രസവിച്ചാൽ മതി. ജോന് ലേബർ പെയിൻ പേടിയില്ല. പക്ഷെ ആ എപ്പിഡ്യൂറൽ എടുക്കണതിൻ്റെ ആ സൂചി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാന്ന് പറയണേ. ഒരു ചെറിയ ഇഞ്ചക്ഷൻ പോലും ജോന് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് എപ്പിഡ്യൂറൽ വേണ്ടെന്ന് പറഞ്ഞു. വേദന എനിക്ക് അറിയാമല്ലോ 2 പ്രഗ്നൻസിയിൽ നമുക്ക് എവിടം വരെ ഈ പെയിൻ ബെയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയാമല്ലോ. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, അല്ല ഇതെൻ്റെ ഒരു സംശയം കേട്ടോ, ഈ എപ്പിഡ്യൂറൽ എടുക്കാൻ നേരത്ത് ഡെലിവറി ടൈം കുറച്ച് ലാഗ് ആകുമെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് എത്രയും പെട്ടെന്ന് പ്രസവിക്കണം. അതുകൊണ്ട് ഞാൻ എപ്പിഡ്യൂറലൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നടന്ന സെയിം സംഭവം തന്നെ എല്ലാം റിപ്പീറ്റ് ചെയ്തിട്ട് ജോനെ വീണ്ടും ഇന്ന് രാത്രി 11 മണിയാകുമ്പോഴത്തേക്കും കൊണ്ടുവരണം. അതായത് 24-ാം തീയതി 11 മണിക്ക്. സോ ഇനി ജോ വരുന്നത് ബേബി ആയിട്ടായിരിക്കണം. അപ്പം വീണ്ടും ലേബർ റൂമിൽ തന്നെ വന്നിട്ടുണ്ട്. ഞാനും കേട്ട് ഇന്നലെ ജോ ഒറ്റയ്ക്കായിരുന്നു ഇവിടെ. അതിന് ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ലൈവിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്. കണ്ട പിന്നെ ഇനി 4ാമതൊരു കുട്ടി ഉണ്ടാവില്ലേ അല്ലേ ജോ? ഇത്
ഓക്കെ. അപ്പോൾ ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നില്ലേ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇത് ബേബിയുടെ എന്താണ് ഹാർട്ട് ബീറ്റാണ് കേട്ടോണ്ടിരിക്കുന്നത് ഈ സംഭവത്തിൽ. ടിടി എന്നുള്ള സംഭവം. CTG എടുത്തോണ്ടിരിക്കുന്നത്. CTGയിലെ ഈ സൗണ്ട് എന്നാണ് ബേബിയുടെ ഹാർട്ട് ബീറ്റാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സംഭവം, ഹാർട്ട് ബീറ്റ് പുറത്ത് കൂടുതലിരിക്കണല്ലേ എന്നൊക്കെ ഉള്ളൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ഇപ്പം അത് നോർമലായി കുറേ ആയി കേട്ട്. അപ്പോൾ ഭയങ്കര സങ്കടമാണ്. എന്താ സങ്കടം നിനക്ക്? സങ്കടം എന്ന് വെച്ചാൽ ബേബി പുറത്തോട്ട് വരുന്നില്ലല്ലോ. ബേബി വരും, അവന് സമയമാകുമ്പോഴേ വരത്തുള്ളൂ. വരുന്നില്ല. ഡോക്ടർ പറഞ്ഞു നാളെ എന്തായാലും പ്രസവിച്ചിട്ട് പോകും. ആണോ അങ്ങനെ പറഞ്ഞ? ദാറ്റ് മീൻസ് ഒരു നേഴ്സ് പറഞ്ഞു. പിന്നെ ഷെർലി മാം ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു, നമുക്ക് എന്തായാലും ഇനി നോക്കണ്ട, നമുക്ക് നാളെ എന്തായാലും നോക്കാം, പിന്നെ അത് ഒബ്സസ്ഡ് ആയിട്ടിരിക്കണ്ടെന്ന്. മൈൻഡ് കംപ്ലീറ്റ് വിടാൻ വേണ്ടിയിട്ടായിരിക്കും നൈറ്റ് വന്ന് കൊണ്ടുവന്നിട്ട് 12 മണി കഴിഞ്ഞാൽ 25th ആയല്ലേ. സോ എന്തായാലും 24th ഡെലിവറി ഡേറ്റ്. ഇത് മാത്രം 25th ആയി. ആവട്ടെ. അതെ ആവട്ടെ. ആണ് ഒരു ലേബർ റൂം, ഒരു പ്രൈവറ്റ് ലേബർ റൂം അല്ലേ? പ്രൈവറ്റ് ലേബർ റൂം സെറ്റപ്പ് ഇതാണ് ഗൈസ്. LDRP, അതായത് സ്പെഷ്യലായിട്ട് നമ്മൾ പേ ചെയ്തിട്ട് കയറുമ്പോൾ ഗൈസ് ഇതാണ് ബേബി ജനിച്ച് കഴിയുമ്പോഴത്തേക്കും കൊണ്ടുവന്ന് കിടത്തുന്ന സംഭവം. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ. ഗൈസ് അപ്പം അങ്ങനെ 12 മണിയായി. ജോനി പാതി വെച്ചതുകൊണ്ട് ജോ ഉറങ്ങിയിട്ടില്ല. BP വേരിയേഷൻ ഉണ്ട്, അതുകൊണ്ട് ഉറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോ അവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. സോ സാഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം. അതാണ് ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ടൈക്ക് വെച്ചേക്കാനാണ്. ഡെലിവറി സമയം ആകുമ്പോഴത്തേക്ക് നേരെ ഈ ട്രേ അങ്ങോട്ട് കൊണ്ടുവരുന്നു, തീർന്നു. ജോയിൻ എടുത്ത് പറയുമായിരുന്നു, അതായത് ഫസ്റ്റ് ലക്ഷ്മി ഹോസ്പിറ്റലായിരുന്നു, സെക്കൻഡ് സിറ്റി ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഉള്ള ആസ്റ്റർ ഹോസ്പിറ്റലിൽ ഒരു പ്രഗ്നൻസി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ ആസ്റ്ററിൽ ഒരു പ്രൈവറ്റ് ലേബർ റൂമിൽ എനിക്ക് ജോയിനെ സഹായിച്ചു കൊടുക്കാൻ പറ്റിയ ജോയുടെ 3rd പ്രഗ്നൻസി. ജോ എൻ്റെ ആഗ്രഹം എന്താ സാധിച്ചിട്ട് സന്തോഷമുണ്ടോ? വേണമല്ലോ. ജോലി വിശക്കുന്നുണ്ട് ഗൈസ്, പക്ഷേ എല്ലാം ചുറ്റിട്ട് പോകുന്നുണ്ടല്ലോ പേടിയാ ജോലി. അതാണ് ചേച്ചിയുടെ എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഒരു ആഗ്രഹം വരുന്ന പുതിയ കാറിൽ ജോയുടെ ഒരു ആഗ്രഹമായിരുന്നു ഫ്രണ്ട്. അതിനുമ്പോഴത്തേക്കും ബേബി വന്ന് പുതിയ കാർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പുതിയ നമ്മൾ കാറ് മേടിച്ചു ഗൈസ്. ആ കാറ് കൊടുത്തിട്ട് മേടിച്ചു. അത് കഴിഞ്ഞിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു അല്ല ഫസ്റ്റ് ആസ്റ്ററിൽ പ്രസവിക്കണമെന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് നമ്മുടെ ആസ്റ്ററിൻ്റെയൊക്കെ ഫസ്റ്റ് തൊട്ടിനെ കൺസൾട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കാറ് വേണമെന്നുള്ളതായിരുന്നു. നമ്മൾ കാറ് മേടിച്ചു. പിന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ജോട ഒരു പ്രൈവറ്റ് ലേബർ റൂമിൽ പ്രസവിക്കണം വിത്ത് ഞാൻ ഉണ്ടാവണമെന്നുണ്ടായിരുന്നു. അതായത് ജോ ഫസ്റ്റ് പ്രഗ്നൻസിലും സെക്കൻഡ് പ്രഗ്നൻസിലും ബൈസ്റ്റാൻഡറായിട്ട് ഞാനെല്ലാനും ഈ പ്രഗ്നൻസിയിൽ ഞാൻ ആർക്കും വിട്ടുകൊടുത്തില്ല. കൊറോണ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ പ്രഗ്നൻസിയിൽ ആർക്കും വിട്ടുകൊടുത്തില്ല. ജോടൊപ്പം വിത്ത് ഡെലിവറി വരെ ഞാൻ ഉണ്ടാവും. ആക്ച്വലി ഈ LDRP എന്നാണ് പറയണത്. അതായത് ഒരു പ്രൈവറ്റ് ലേബർ റൂമിൽ നമുക്കത് നേരത്തെ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് ഡെലിവറി സമയത്ത് ഡെലിവറി കാണാം. അതായത് ലൈവായിട്ട് പ്രഗ്നൻസി കാണാം ജോയുടെ കൂടെ. അത് കൂടെയുള്ള ഒരാൾക്ക് സപ്പോർട്ട്. അതാണ് ശരിക്കും ഫസ്റ്റ് പ്രഗ്നൻസിയിലൊക്കെയാണ് കൂടുതലും ഇത് പ്രൊവൈഡ് ചെയ്യണത്. കാരണം ഫസ്റ്റ് പ്രഗ്നൻസി ആകുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്നുള്ളൊരു ഇത് ഉണ്ടാവില്ല, ഒറ്റക്കാന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ശരിക്കും ജോനി ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ
ഒരു ഡെലിവറി എക്സ്പീരിയൻസ് ചെയ്യേണ്ടതൊരു വൈഫ് മാത്രമല്ല. ഇവൻ നമ്മൾ ഒരു പ്രഗ്നൻ്റ് ആവാൻ നേരത്ത് ഇപ്പം എല്ലാവരും പറയണത് എന്താ, ഒരു ഹസ്ബൻഡും കൂടെ പ്രഗ്നൻ്റ് ആവണമെന്നാണ്. അതായത് വി ആർ പ്രഗ്നന്റ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലേ? അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ വി ആർ പ്രഗ്നൻ്റ് എന്ന് പറയുന്നുണ്ട് ഒരു കോൺസെപ്റ്റ് വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഡെലിവറി എക്സ്പീരിയൻസും കൂടെ എൻ്റെ വരെ ഷെയർ ചെയ്യാൻ ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു പറയുന്ന ടേം കംപ്ലീറ്റ് ആവുകയാണ്. പിന്നെ ഇവൻ ഒരു ഡെലിവറി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു അമ്മ മാത്രം അറിഞ്ഞിരിക്കണില്ല, അച്ഛനും കൂടെ അത് കാണുമ്പോൾ അമ്മ അനുഭവിച്ച വേദനകളും ഒറ്റയ്ക്ക് ഉണ്ടാവേണ്ട ഒരു മൊമെൻ്റാണല്ലോ, അതൊക്കെ കൂടെ ഷെയർ ചെയ്യുമ്പോൾ ഭയങ്കര സപ്പോർട്ടായിരിക്കും അത് വൈഫിന്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അതൊക്കെ വൈഫിന് ഈ ഒരു ഡെലിവറി ടൈമിലേക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നീ കിടന്നോ? അപ്പോൾ ഞാനിത് ഇന്നലെ കയറിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കയറിയപ്പോഴത്തേക്കും PV ചെയ്യണ കണ്ടിട്ട് പോലും എനിക്കത് കണ്ടിരിക്കാൻ പറ്റാവുന്ന സിറ്റുവേഷൻ അല്ല ഞാൻ. അപ്പോൾ ജോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും PV ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ജോ പറഞ്ഞു ഇതൊന്നും അല്ല പെയിൻ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ലൈഫ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം ഇപ്പോൾ 3ാമത്തെ പ്രഗ്നൻസിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം കുറേ പിള്ളേർ വേണമെന്നായത് 5 മിനിമം പറഞ്ഞേച്ചേട്ടാ. പക്ഷേ ഇന്നത്തെ ഈ ഒരു പ്രഗ്നൻസിയിലെ ഈ ലേബർ എക്സ്പീരിയൻസ് ഇത്ര ആയിട്ടുള്ളൂ. PV വരെ ഞാൻ കണ്ടുള്ളൂ. അതേ പിന്നെ ഞാൻ തീരുമാനിച്ചു ഇനിയൊരു പ്രഗ്നൻസി വേണ്ട, കാരണം കണ്ടിരിക്കാൻ പറ്റില്ല ഗൈസ്. അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയാണ്ടി പാടില്ല, നിങ്ങളോട് എങ്ങനെ ഷെയർ ചെയ്യണമെന്നും ഇപ്പോഴും അറിയാണ്ടി പാടില്ല ഗൈസ്. അങ്ങനെ ജോ രാവിലെ ആയി, ഇച്ചിരി ഉറങ്ങി അല്ലേ? രാവിലെ ബ്രെഡും ജാമും ഇന്നലെ കഴിച്ച സെയിം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നെയായിരുന്നു. എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ PV ചെയ്തപ്പോൾ 4 സെൻറ്റിമീറ്റർ ഡയലേഷൻ. ഡോക്ടർ ഒന്ന് PV ചെയ്ത് നോക്കി. PV ഒന്ന് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും പെയിൻ ഇല്ല ജോമിക്ക്, ഡയലേഷൻ 4 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ വരുന്നു ആയതല്ലേ. നേരെ വന്നിട്ട് ഇനി മറ്റേ വാട്ടർ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ വരുന്നതാണ്. വാട്ടർ ബ്രേക്ക് ചെയ്ത് വേണ്ടി പോണെയാണ്. ഇനി 2 ഡോസേജ് ഇടുന്ന 2 ഡോസേജ് കൊടുത്തായിരുന്നു. ഇനിയിപ്പോൾ ഡോസേജ് ഒന്നുമില്ല. ഡോക്ടർ വരുന്നത് നേരെ ഡയറക്റ്റ് വാട്ടർ ബ്രേക്ക് ചെയ്യാൻ പോണേ. മണി 6:15 ഡോക്ടർ വരും, PV ചെയ്യും, വാട്ടർ ബ്രേക്ക്. ഗൈസ് അങ്ങനെ ജോഡ വാട്ടർ ബ്രേക്ക് ചെയ്തു. വെരി സ്ട്രോങ്, ഷീസ് വെരി സ്ട്രോങ് അല്ലേ? പിന്നെ ഞാൻ കുറച്ച് മുമ്പ് വീഡിയോ കണ്ടായിരുന്നു വാട്ടർ ബ്രേക്ക് എങ്ങനെ സംഭവിക്കണമെന്ന്. അവർക്ക് ഭയങ്കര ഒച്ചയിലായിരുന്നു. നീ കൂളായിട്ടൊന്നുമല്ലോ. വാട്ടർ ബ്രേക്ക് ചെയ്തു. ഇനിയിപ്പോൾ കുറച്ചുള്ള പെയിൻ സ്റ്റാർട്ട് ചെയ്യും. ബേബി വരും. ഹാപ്പി ആയത്. വാട്ടർ ബ്രേക്ക് ചെയ്തിട്ട് ഒരു വികാരമില്ലാണ്ട് കിടക്കണ കൈസ്. ഇവിടെ ചിരിച്ചുകൊണ്ടൊക്കെ കിടക്കണം വാട്ടർ ബ്രേക്ക് ചെയ്തിട്ട്. 2 ഡെലിവറിയുടെ എക്സ്പീരിയൻസ് ആണോ ജോ അത്? ആണോ? വാട്ടർ ബ്രേക്ക് ചെയ്തിട്ട് കേട്ടുണ്ടോ? ഇങ്ങനെ ഇട്ടോ കൈ, എന്നിട്ട്
ചെയ്തോ, ഞാൻ പറഞ്ഞുതരാം. നല്ലപോലെ ശ്വാസം എടുത്തും ശ്വാസം പുറത്തും വിടണം. നല്ലപോലെ ബ്രീത്ത് ഇനും ബ്രീത്ത് ഔട്ടും ചെയ്യണം. ഒന്ന് എടുത്ത് അതിനകത്തായിട്ട് തന്നെ ബ്രീത്ത് ഔട്ടും ചെയ്യണം. നല്ലപോലെ എടുക്ക്. ആ യൂസ് ചെയ്യപ്പോൾ കുറച്ച് കുറയും. അതിലേക്ക് ട്രൈ ചെയ്തേക്കുന്നത്. പറഞ്ഞോ Breathe in, breathe in. സ്റ്റാർട്ട് ചെയ്ത് ഇതൊരു നൈട്രജൻ സിലിണ്ടറാണ്. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ടെക്നിക്കാണ്. ജോയ് ചോദിച്ചാണെങ്കിൽ അത് എന്താ ഉണ്ടത് അല്ലേ? ഒന്നുമില്ല, എന്നെ പറ്റിച്ചതിനുണ്ട്. ജോയ് ഇപ്പോൾ പൊങ്ങിപ്പോവും. പെയിൻ വരുന്നുണ്ടോ?
തോന്നണ്ടി മാത്രം ചെയ്താൽ മതി. യു ക്യാൻ. താഴത്തേക്ക് ഇറങ്ങി എൻ്റെ പിന്നെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാനൊക്കെ കേട്ടത് ചിലവ് ചിലവ്. പറ്റും പറ്റും പറ്റും. എത്തി കഴിഞ്ഞ് എല്ലാം റെഡി ആയിക്കാനാണ്. പറ്റും പറ്റും പറ്റും. സമയം എല്ലാവരും എത്തും. എല്ലാം റെഡിയാണ് അവിടെ ബേബിക്ക് വേണ്ടിയിട്ടുള്ളതും എല്ലാം. ഒന്ന് നേരെ ബേബിനെ പുറത്തേക്ക് ഇറക്കി വീട്ടിൽ എത്തിയിട്ടുണ്ട്. ടൈറ്റ് ചെയ്തിട്ട് അമ്മ നേരില്ല. അയ്യോ ക്രൗണിങ് ആയി ജോ. ജോ ക്രൗണിങ് ആയി ജോ. യെസ് 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 വെരി ഗുഡ് വെരി.
ക്രൗണിങ് പുഷ്യേരി ഡോക്ടറുണ്ട്. ഡോക്ടർ വന്നിട്ട് ഡോക്ടറുടെ ഡോക്ടറുണ്ട്. കൂളാവ് അല്ലേ വലിയ ചേട്ടനായി അല്ലേ? സേറയും സയും ആദ്യമായിട്ട് കാണിപ്പോണാണ്. ബേബിന പൊയ്ക്കോ. ജോഡ ഡെലിവറി കഴിഞ്ഞു. ബേബി സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് അവിടെ. ഇനി നമ്മൾ റൂമിലേക്ക് പോകണം. പ്രസവിച്ച സമയമാണ് എൻ്റെ ഡെലിവറി 3 ഡെലിവറി എക്സ്പീരിയൻസിൽ എന്താ പറയുക, പെയിൻ വെച്ചിട്ട് ഏറ്റവും കൂടുതലുണ്ടായത് ഇതായിരുന്നു ഗൈസ്. എല്ലാവരും പറയുമല്ലോ 3ാമത്തെ പ്രഗ്നൻസി പെയിൻ ഒന്നും ഉണ്ടാവില്ല, വേഗം വരും എന്നൊക്കെ. എല്ലാ ഡെലിവറി എക്സ്പീരിയൻസും ഡിഫറെൻ്റാണ്. സോ ആരും ഒന്നും പറയണായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് പോകാതിരിക്കുക. സ്വയം കോൺഫിഡൻറ്റ്